നമസ്കാരം. CPM അക്രമ രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ മാറ്റം വരുത്തി ശശി തരൂർ MP രംഗത്തെത്തിയത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിനും കൃപേഷിനും പ്രണാമമർപ്പിച്ച് FB പോസ്റ്റിലെ നരഭോജി പ്രയോഗമാണ് തരൂർ മുക്കിയത്. CPM നരഭോജികൾ കൊലപ്പെടുത്തിയ കൂടപ്പിറപ്പുകൾ എന്നായിരുന്നു പോസ്റ്റ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ലേഖനത്തിലെ വ്യവസായ സൗഹൃദ കേരളം എന്ന നിരീക്ഷണവും മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയുള്ള പ്രസ്താവനയും ഏറെ വിവാദമായ സാഹചര്യത്തിൽ ശശി തരൂരിന്റെ പുതിയ പോസ്റ്റ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതിൽ CPM നരഭോജികൾ കൊലപ്പെടുത്തിയത് എന്ന ഭാഗമാണ് ശശി തരൂർ മാറ്റിയത്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം പരിഹാരമല്ല എന്ന വാചകത്തോടെയാണ് മാറ്റം. അതേസമയം ശശി തരൂരിൻ്റേത് പാർട്ടി നിലപാടല്ല എന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞത്. ശശി തരൂരിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അദ്ദേഹത്തിന് ഞാൻ നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് എന്നും K സുധാകരൻ പറഞ്ഞു. പാർട്ടി തീരുമാനമാണ് ഔദ്യോഗികമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെരിയാർ കേസിലെ പരോൾ വിഷയത്തിൽ CPM ഭരിക്കുന്ന കാലത്തോളം ഇതൊക്കെ തുടരുമെന്നാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം. ജയിൽ സൂപ്രണ്ടുമാരുമായി വിലസുന്ന പ്രതികളെ തനിക്കറിയാം. ഏക ചക്രാധിപതി പോലെ ഭരിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കേന്ദ്രത്തിൽ മോദിയെയും സംസ്ഥാനത്ത് വ്യവസായ വകുപ്പിനെയും പ്രകീർത്തിച്ച ശശി തരൂരിനെതിരെ നടപടിയെടുക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. പ്രസ്താവനകളിലെ അതൃപ്തി തരൂരിനെ അറിയിച്ച നേതൃത്വം കേരള സർക്കാരിന്റെ കണക്കുകൾ വസ്തുതാവിരുദ്ധമാണ് എന്ന് ധരിപ്പിച്ചു. ഹൈക്കമാൻഡുമായി ഏറെക്കാലമായി അകലം പാലിക്കുന്ന തരൂരിന് അച്ചടക്ക നടപടിയിലൂടെ ആയുധം നൽകേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. തരൂരിന് തെറ്റുപറ്റി എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നയതന്ത്രം പറഞ്ഞു മോദി പ്രകീർത്തനത്തിൽ നിന്നും കണക്കുകളുടെ ബലത്തിലെന്ന വാദത്തിൽ സ്റ്റാർട്ടപ്പ് സ്തുതിയിൽ നിന്നും തരൂർ തലയൂരുമ്പോൾ പാർട്ടിക്കത് ദേശീയ തലത്തിലും കേരളത്തിലും വലിയ പരിക്കേൽപ്പിച്ചു എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് കാണുന്നത്. അതിനിടെയാണ് ഇപ്പോൾ പോസ്റ്റ് മുക്കൽ വിവാദം കൂടി ഉടലെടുക്കുന്നത്.